ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് അമ്പലത്തിൽ പോണതിൻ്റെ വീഡിയോ ആണ്. അപ്പം അമ്മൂസനെ റെഡിയാക്കണ ഫസ്റ്റ് തന്നെ അമ്മൂസന് ചാന്ത് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഉള്ള ഒരു ചാന്തില്ലേ, ആ ചാന്തായിരുന്നു കേട്ടോ. പൊട്ട് വെച്ച് കൊടുക്കാൻ അവൾക്ക് പൊട്ട് കളഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോണത് തൃപ്പൂണിത്തറമ്പലത്തിലാണ്. തൃപ്പൂണിത്തറമ്പലത്തിൽ പോണ ടൈമിന് നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് പോകാൻ വൈക്കത്തമ്പലത്തിലായിരുന്നു, പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. നല്ല മഴയായത് കാരണം ഞങ്ങൾ അവിടെ പോകണ്ട, പിന്നെ ഒരിക്കൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്പലത്തിൻ്റെ നട തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തി. ഞങ്ങൾ മഴ കാരണം കോട്ടക്കൂരി ഒക്കെ സെറ്റായി എല്ലാം കയറി വന്നപ്പോഴേക്കും ഏകദേശം 4-4:30 അപ്പോഴേക്കും അമ്പലമൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദൈവത്തിനെ നന്നായിട്ട് തൊഴുത്. തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ നല്ല തിരക്കുണ്ടാവും, തൊഴാൻ പറ്റാറില്ല മര്യാദയ്ക്ക്. ഈ വട്ടം പോയപ്പോൾ നന്നായിട്ട് ദൈവത്തെ തൊഴുതായിരുന്നു. എത്ര പേര് ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടാ. അത്യാവശ്യം നല്ല നല്ല വൈബുള്ളൊരു അമ്പലമാണ്, അടിപൊളി അമ്പലമാണ് കാണാനായിട്ട്. എനിക്ക് ഏകദേശം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ ഫീല് എനിക്ക് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടാറുണ്ട്. എറണാകുളത്തുള്ളവർ എന്തായാലും ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും എൻ്റെ ഒരു അറിവിൽ. നല്ല രസമാണ് ദൈവത്തിൻ്റെ അവിടെ പോയി തൊഴാനും എല്ലാത്തിനും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റായിരുന്നു പായസം. ഞാനും മോനും കുടിച്ചു കഴിഞ്ഞ്, പിന്നെ ഞാനും അമ്മയും കൂടെ കുടിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മാത്രമായിട്ടൊന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത്യാവശ്യം ഞാൻ തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് പതുക്കെ തൊഴുതിറങ്ങിയിട്ട് നമുക്ക് നേരെ ശിവൻ്റെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ്, എറണാകുളത്തുള്ള ടൈമുണ്ടല്ലോ, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച്. എറണാകുളം ശിവൻ്റെ അമ്പലമില്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും എറണാകുളം ശിവൻ്റെ അമ്പലം. എറണാകുളത്തുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ പതുക്കെ കയറാന്ന് വെച്ചാൽ അപ്പോഴേക്കും മഴയൊക്കെ നന്നായിട്ട് മാറി. പക്ഷെ 5:30 കഴിഞ്ഞ്. ഇനി ഞങ്ങൾ വൈക്കം അമ്പലത്തേക്കും കൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല ടൈം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം പോകാമെന്ന് വെച്ചിട്ട് അവിടെ മെല്ലെ കയറി എറണാകുളത്തപ്പൻ്റെ അടുത്ത്. അവിടെ ധാരയായിരുന്നു, പ്രദോഷമായതുകൊണ്ട് ധാര പരിപാടി നടക്കണമായിരുന്നു. അതറിയില്ലായിരുന്നിട്ട്, അത് അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പ്രദോഷമാണെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി എറണാകുളം ശിവൻ്റെ അമ്പലത്തിൽ. പിന്നെ അവിടെ ഉള്ളിലോട്ടൊക്കെ കയറി ഭഗവാൻ നന്നായിട്ട് തൊഴുതതിന് ശേഷം പതുക്കെ മെല്ലെ പുറത്തിറങ്ങിയിട്ട് മോനും എപ്പോഴും വീഡിയോ എടുക്കുന്നത്, മോനും വീഡിയോ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടെ പതുക്കെ ചിറ്റാന്ന് പറഞ്ഞു, പതുക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നോന്ന് പറഞ്ഞു. അവിടെ രാമായണത്തിൻ്റെ പരിപാടിയൊക്കെ നടപ്പുണ്ടായിരുന്നു, രാമായണം വായിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ അയ്യപ്പനുണ്ടല്ലോ, അവിടെ അയ്യപ്പനെ തൊഴുത്. പിന്നെ മുരുകൻ്റെ അമ്പലം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഓപ്പൺ ചെയ്യണേ ഉള്ളൂ, ടൈം എടുക്കണേ ഉള്ളൂല്ലോ. പിന്നെ അമ്മു പ്രാവിന് അരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. പ്രാവിന് അരിയൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ അമ്മുവിന് കുറച്ച് അരിയൊക്കെ കൊടുത്ത്. അപ്പം ഞാനും കുറച്ച് മേടിച്ചിട്ട് ഞാനും അമ്മുവും കൂടെ പ്രാവിന് അരിയൊക്കെ കൊടുത്ത്. അവൾക്ക് കയ്യിൽ പ്രാവിന് ഇരുത്തിയിട്ട് നമ്മൾ കൊടുക്കില്ല, അതുപോലെ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല, പ്രാവ് വന്നിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇപ്പുറത്ത് തന്നെയായിട്ട് ഹനുമാൻ അമ്പലമുണ്ട്. അപ്പം ഹനുമാനും തൊഴുത് നന്നായിട്ട്. ഹനുമാൻ്റെ അവിടെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 5 മണിയൊക്കെ ആയപ്പോഴേക്കും തുറന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് മെല്ലെ നമുക്കിനി വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലായിടത്തും തൊഴുത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോകാൻ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി ബൈക്കിൻ്റെ അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയുമായി ഇനിയും വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.